നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മുനമ്പം ബീച്ചിലാണ്. മുനമ്പം ബീച്ചിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് മുനമ്പം ബീച്ചിൽ വന്നിട്ട് കുറച്ച് ഇവിടുത്തെ ഒരു വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറായി ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മുനമ്പം ഭാഗത്തേക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്. ഞങ്ങളങ്ങനെ മുനമ്പം ബീച്ചിലെത്തിയിരിക്കണം. മുനമ്പം ബീച്ചിൽ അവിടെ കയറി നോക്കാം. വഴിയാണ് പ്രത്യക്ഷമാണോ അത് കടന്നു പോകുന്ന വഴിയിൽ തന്നെ ഇതിൽ കൂടെ ഇറങ്ങാം. ആദ്യം ഇറങ്ങിപ്പോവാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല, മുനമ്പം ബീച്ചിൽ വന്നിട്ടില്ല. മുനമ്പം ബീച്ചിലൊന്ന് വന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ചെറായി ബീച്ച് വരെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് ടോയ്ലറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ എന്തായാലും ഇവിടെ കറങ്ങിപ്പോവാന്ന് വിചാരിച്ചു. ഇവിടെ വൈകിട്ട് വന്നാൽ നല്ല രസമുണ്ടോ. ഇങ്ങനെ ഒരു വാക്കിംഗ് വേ ഉണ്ട് കേട്ടോ, ഒരു വാക്ക് വേ ഉണ്ട്. അതിലൂടെ നമുക്ക് നടക്കാം. നല്ല രസമാണ്, നല്ലൊരു വൈബാണ്. വൈകുന്നേരം ഒരു സൂര്യാസ്തമയമൊക്കെ കണ്ട് സൺസെറ്റൊക്കെ കണ്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാം. നല്ല റിലാക്സ് ആണ്. അപ്പോൾ നമ്മൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ഹൈ ഫ്രീക്വൻസി വൈബ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. പ്രത്യേകിച്ച് ബീച്ചിലൊക്കെ വരുമ്പോൾ കേട്ടോ. വിശാലമായ സ്ഥലമാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒന്നും വലിയ തിരക്കൊന്നുമില്ല. ഏകദേശം ഒരു 4-4:30 മണിക്ക് മുമ്പായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ആ സമയത്തുകൊണ്ട് തിരക്കൊന്നും ആയിട്ടില്ല. ചെറിയ തട്ടുകടകളൊക്കെ കാണാട്ടോ ഇവിടെ. അതെല്ലാം വീട്ടിലാണ്. അതല്ല ഫിഷ് ടോയ്സും കടസും വരും കേട്ടോ. പട്ടി ഓ അങ്ങനെ കാണിക്കും. ഇവിടെ വരെ ടൈൽസ് ഒക്കെ ഇട്ടിട്ടുള്ള ഏരിയ കാണാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ രീതിയിൽ ബീച്ചിന്റെ സൈഡിലുള്ള ഒരു പൂഴിമണ്ണ് ആരംഭിക്കുകയാണ് ഇവിടെ. ഇവിടെ നമ്മള് ബീച്ചിന്റെ സൈഡിലേക്ക് പോകാം. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ മറ്റുള്ള ഏരിയ പോലെ അത്രയും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഒന്നും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരയൊക്കെ അടിച്ചു കയറി മുകളിലേക്ക് വരുന്ന അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ ഒന്നും മറ്റേ കരിങ്കൽ ഭിത്തികളോ സീവാളൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് കുറച്ചും കൂടി നമുക്കിവിടെ താഴേക്കൊക്കെ ഇറങ്ങി പോകാമെന്ന് തോന്നുന്നു ഈ ഏരിയയിലൊക്കെ. ഇവിടെ കുറച്ച് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇസ് വന്നു കഴിഞ്ഞപ്പോൾ ഇസ് അവള് സ്വിമ്മിങ്ങിന് എടുത്ത സ്വിം സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങാമെന്ന് വെച്ചത്. കാരണം വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് നമ്മളൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവളുടെ. ഇപ്പോൾ ഇവിടെ തിരക്കൊക്കെ ആയി വരുന്നുള്ളൂ. കണ്ട നല്ല സൺസെറ്റ് നമുക്കിവിടെ കാണട്ടെ. ഇവിടെ ചൈനീസ് നെറ്റൊക്കെ ഉണ്ട്, ചീനവലയും അതുപോലെ സൺസെറ്റൊക്കെ. ഇവിടെ വേറൊരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല രസമാണ്. നമുക്ക് നമ്മുടെ ഫ്രീക്വൻസിയൊക്കെ നല്ല ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും എപ്പോൾ നമ്മൾ ബീച്ച് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിക്കഴിയുമ്പോൾ. ഇവിടെ നെപ്റ്റ്യൂൺ എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. വൈകിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങി കളിക്കുക. ഒരുപാട് ഫാമിലീസൊക്കെ പതുക്കെ വെള്ളത്തിലേക്ക് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി കുളിക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വലിയ എൻജോയ്മെൻ്റ്. ഐസുവിന് ഭയങ്കര രസമായിരുന്നു. അവളുടെ സന്തോഷം ചിരിച്ചിരിച്ച് എത്ര ചിരിച്ചിട്ടും അവൾക്ക് മതിയാവില്ല. അത്ര രസകരമായിട്ടുള്ളൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു അവൾക്കിവിടെ.
അങ്ങനെ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ. സൂര്യൻ അങ്ങ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് കേട്ടോ. ഈ സൺസെറ്റ് എന്ന് പറയുമ്പോൾ എത്ര കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ബീച്ചിലൊക്കെ ഒന്ന് കാണാൻ തോന്നുന്ന ഒരു മനോഹാരിത തരുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഈ സൺസെറ്റ് എന്ന് പറയുന്നത്. എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക അനുഭൂതി തന്നെയാണ്. നമുക്ക് മൈൻഡൊക്കെ വളരെ കാമായിരിക്കും. ഇതാ അവിടെ വാട്ടർ സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് വാട്ടർ സ്കൂട്ടർ ഒരു ചെറിയ കുട്ടിയെ എത്തിക്കൊണ്ട് ഒരാൾ ഡ്രൈവ് ചെയ്യുന്നത് നമുക്ക് കാണാം കേട്ടോ അവിടെ. അതൊക്കെ നല്ല രസകരമായിട്ട് നമുക്ക് പങ്കെടുക്കാനും, അതുപോലെ സ്പീഡ് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. വീഡിയോ അല്ലേ? അങ്ങനെ ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട് കഴിഞ്ഞ് പതുക്കെ തിരിച്ച് പോരുകയാണ്, വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഇനി നമ്മൾ അല്പം ഫുഡ് കഴിക്കണം പോകുന്ന വഴി, അതുകൂടി കഴിച്ചിട്ട് വേണം തിരിച്ചു പോകാൻ. എന്താ ഈസു ഓടിക്കളിച്ച് കാക്കയൊക്കെ ഓടിച്ച് അവൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ പുറത്തേക്ക് എത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.